ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇറക്കി വിടണമെങ്കിൽ ഇറക്കി വിടട്ടെ. എനിക്ക് തെരുവിധിക്കാൻ എന്താ പ്രയാസം? എന്റെ കൂടെ നീയില്ലേ? അതിനേക്കാളും വലുതൊന്നും രാമകൃഷ്ണന് ഈ ലോകത്ത് വേറെ ഒന്നും വേണ്ട. വീണ, ആർ യു ഹാപ്പി? അത് പിന്നെ ചോദിക്കാനുണ്ടോ വിപിനെ? എന്റെ ജീവിതത്തില് ഞാൻ ആഘോഷിച്ചതിൽ ഏറ്റവും നല്ല ഓണമായിരുന്നു ഇത്. ഇനി ഒരിക്കലും ഓണം ഇത്ര മനോഹരം ആവില്ല. അടിക്കണമെങ്കില് ഇങ്ങനെ നെറുകെ തന്നെ അടിക്കണല്ലോ. ഇതിന്ന് പെട്ടെന്നൊന്നും തന്റെ അച്ഛനും ഹരിയൊന്നും മോചിതരാകാൻ പോകുന്നില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ വലിയൊരു ആഗ്രഹമായിരുന്നു, എന്നെങ്കിലും ഒരിക്കൽ അവർക്ക് മുകളിലുള്ള ഒരു സ്ഥാനത്തെത്തിയിട്ട് അവരുടെ മുമ്പിൽ ചെന്ന് നിൽക്കണോന്ന്. ഇന്ന് അത് സാധിച്ചു. തോൽപ്പിച്ചത് ഞാനല്ലെങ്കിലും അവര് തോറ്റു നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അല്ല വിപിൻ, എന്താ പ്ലാൻ? നമ്മളിപ്പോ ഉറുമ്പിൻ കൂടിന് തീയിട്ടല്ലോ. അപ്പൊ ഉറുമ്പുകൾ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായി ഒരു ലക്ഷ്യമില്ലാതെ ഓടും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോ തീയുടെ അടുത്തേക്ക് വന്ന് കത്തി അങ്ങ് തീരും. അവൻ വരുവടോ. ഹരി നമ്മുടെ കാൽ കീഴിൽ വന്നിരിക്കും, കെഞ്ചും, കേണപേക്ഷിക്കും. അപ്പോ ഞാനൊരവസരം തനിക്ക് തരാം, തന്നോട് സംസാരിക്കാൻ പറയാം. പക്ഷേ ഒരു കാര്യമുണ്ടല്ലോ, ഈ ഹരിയേട്ടനെ അത്ര നിസ്സാരമായിട്ട് ജഡ്ജ് ചെയ്യരുത്. നാട്ടിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മകനാ. ഏതെങ്കിലും കൂടി ഒരുത്തൻ ഇതെല്ലാം കൂടി ഞാൻ തീർത്തു തരാം ഹരി എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ടാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അങ്ങനെ ആരെങ്കിലും ഒരാളുടെ വരട്ടോ? തവണ മുടക്കത്തിന് കമ്പനി എഴുതി വെച്ചിരിക്കുന്ന കണക്കുകൾ പ്രകാരം താൻ വരെ ഞെട്ടും. ഇനി ഈ ജന്മം JR ഫൈനാൻസിനോട് മുട്ടി നിൽക്കാൻ അവരെ കൊണ്ടാവില്ലടോ. വീണ കൂടെ നിൽക്കുമ്പോഴാണ് കുടുംബത്തിന്റെ സന്തോഷം ഇല്ലാതാകുന്നത്. എന്റെ അച്ഛൻ പറഞ്ഞ വാക്കാ. ഇപ്പൊ വീണ കൂടെയില്ല, പക്ഷെ അവരുടെയൊക്കെ ചങ്കില് കൂട്ടക്കരച്ചില് മാത്രമേ ഉള്ളൂ. ഈ കരച്ചിലിന്റെ ആഴം കൂട്ടാൻ ഒരാൾ കൂടി ഇറങ്ങും. JR. കണക്ക് ചോദിച്ച് JR മുമ്പിൽ വരുമ്പോ ഹരിയുടെ കുടുംബത്തിന്റെ തകർച്ച പൂർണ്ണമാകും. നമുക്ക് കണ്ടു നിൽക്കാടോ. ഇനി ബലിയാ നടക്കാൻ പോകുന്നത്, നരബലി. നമ്മള് പെട്ടുപോയല്ലോടാ. നിന്നെ തോൽപ്പിക്കുകയായിരുന്നു അവളുടെ ലക്ഷ്യം. കൂടെ നിന്നപ്പോഴൊന്നും അവൾക്ക് അതിനുള്ള അവസരം കിട്ടിയില്ല. പക്ഷെ ഇപ്പൊ അവള് അവസരം കൃത്യമായിട്ട് ഉപയോഗിച്ചു. എടാ മക്കളെ, നമ്മളെ തകർത്ത് കളഞ്ഞല്ലോടാ. കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതില് അല്പം പേടിയുണ്ടെന്ന് ഞാൻ അമ്മാവനോട് പറഞ്ഞിരുന്നില്ലേ? അന്ന് പണത്തിന്റെ കാര്യം മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ. പക്ഷെ അതിന് പുറകിൽ ഇങ്ങനൊരു ചതിയുണ്ടെന്നുള്ള കാര്യം ഞാൻ ചിന്തിച്ചിരുന്നില്ല. എടാ, ആ സാമ്യമുണ്ടല്ലോ, കമ്പനിയിലെ കണക്കെഴുത്തുകാരൻ, അയാളോടാ ചെന്ന് ചോദിക്കേണ്ടത്. അയാളോടൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? നമ്മള് പണം വാങ്ങിച്ചെന്നുള്ളത് സത്യമല്ലേ? ഈ തവണകൾ മുടങ്ങിയതും സത്യം. അവർക്ക് നിയമപരമായ മാർഗങ്ങളുണ്ട്. അവരെ പണം സ്വരൂപിക്കുന്നത് ഏതിൽ നിന്നൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിയേണ്ട കാര്യമില്ലെന്നല്ലേ അവര് മറുപടി പറയൂ. എടാ, നീ പിന്നെ എന്തോ ഇപ്പൊ ഉദ്ദേശിക്കുന്നേ? മക്കളേടാ, നമ്മുടെ കൈ ശൂന്യ കേട്ടോ. കൈ മാത്രമല്ല, മനസ്സും. സാധാരണ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോ അതിനൊരു മാർഗം മനസ്സിൽ തോന്നുക. ഇതൊന്നും തന്നെ തോന്നുന്നില്ല. രഘുവും സ്ഥലത്തില്ല. അയാൾ വന്നിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ധാരണ അദ്ദേഹമായിട്ട് ഉണ്ടാക്കാമായിരുന്നേ. ഇതിപ്പോ
വേണ്ട അമ്മാവ. ഹാ, ഇനിയൊരു ബാധ്യത ആരോടും ഉണ്ടാക്കാൻ വയ്യ. വിപിനും വീണയും വേണമെങ്കിൽ പ്രതികാര ബുദ്ധിയോടെ നീങ്ങിയാല് നമുക്കുള്ളതെല്ലാം അവർക്ക് വേണമെങ്കിൽ പിടിച്ചെടുക്കാം. ഒരുപക്ഷെ നമ്മൾ തെരുവിലിറങ്ങേണ്ടി വരും. അമ്മാവൻ എന്നോട് വിഷമമുണ്ടോ? മുന്നും പിന്നും നോക്കാതെ ഇറങ്ങി തിരിച്ചിട്ടെല്ലാം നശിപ്പിച്ചു എന്ന് തോന്നുന്നുണ്ടോ? ഹ, ഹ. നീ എന്തൊക്കെയാ ഈ ചോദിക്കുന്നേ? ഇടമക്കളെ, നീ അറിഞ്ഞോളൊന്നും ഇത് സംഭവിക്കുന്നതല്ലോ. ഇറക്കി വിടണമെങ്കിൽ ഇറക്കി വിടട്ടെ. ഹ, എനിക്ക് തെരുവിധിക്കാൻ എന്താ പ്രയാസം? എന്റെ കൂടെ നീയില്ലേ? അതിനേക്കാളും വലുതൊന്നും രാമകൃഷ്ണന് ഈ ലോകത്ത് വേറെ ഒന്നും വേണ്ട. ഹാ. അമ്മാവ, ഹാ. എടാ, നീ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഭർത്താവിന് എന്തെങ്കിലും തകർച്ച ഉണ്ടാവുമ്പോഴേ ഭാര്യമാരുടെ മനസ്സിലെത്തിച്ചേരുന്ന ചില ചിന്തകളുണ്ട്. എടാ, ഞാൻ കാരണം ഇതൊക്കെ സംഭവിച്ചതെന്ന്. നിത്യയുടെ മനസ്സിലും ചിലപ്പോ ഇങ്ങനത്തെ ചിന്തകളൊക്കെ ഉണ്ടാവാം. അല്ലെങ്കിൽ തന്നെ ഭാഗ്യമില്ലാത്ത ജന്മമാണെന്ന് അവള് ഇടയ്ക്കിടയ്ക്ക് സ്വയം പറയാറുണ്ട്. മോനെ, അവൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവരുത്. എന്തു വന്നാലും ഒന്നിച്ച് നേരിടാമെന്നുള്ളൊരു തോന്നൽ അവൾക്കുണ്ടാവണം. ആ ധൈര്യം അവൾക്ക് കൊടുക്കുകയും വേണം. അത് നേരിടുകയും ചെയ്യണം. നീ എന്ത് വഴി വേണേലും ചിന്തിച്ചോ. എടാ മക്കളെ, ഞാൻ നിനക്കൊപ്പം ഉണ്ടാവും. ഈ കിണിയിൽ നിന്നും കാല് പുറത്തെടുത്തേ പറ്റൂ. ഉത്തരിക്ക് ഇതൊന്നും അറിയില്ല എന്ന് പറയുന്നതില് സത്യമുണ്ടോ? എനിക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മേ. നമ്മള് പല കഥകളും കേൾക്കുന്നില്ലേ, വലിയ വലിയ കാര്യങ്ങളുടെ ഇടനിലക്കാരായി വരുന്നവരെ കുറിച്ച്. അതുപോലുള്ള ഒരുത്തിയ ഉത്തരം. ഒറ്റയടിക്ക് ആരെയും വിലയിരുത്തണ്ട. തവണകൾ മുടക്കി എന്നുള്ളത് നമ്മുടെ ഭാഗത്തു നിന്ന് വന്നൊരു തെറ്റാണ്. കമ്പനി നടപടികൾ അവരുടെ ശരിയുമാണ്. വിപിന്റെ വരവോടെ ഹരിയുടെ മനസ്സിൽ ചിലത് ഉറച്ചിട്ടുണ്ട്. ഉത്തരടക്കം എല്ലാവരും ട്രാപ്പിയായിരുന്നു എന്നാ ഹരി വിശ്വസിക്കുന്നത്. മധുര നൊമ്പരക്കാറ്റ്